പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന മലയോര സമരപ്രചരണ യാത്ര അടുത്ത മാസം 1-ന് ജില്ലയിൽ പ്രവേശിക്കുമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം.പി. മൂന്നാറിൽ പറഞ്ഞു. ദേവികുളം മണ്ഡലമടങ്ങുന്ന മലയോര മേഖലയിൽ ഇടത് സർക്കാർ അധികാരത്തിൽ വന്ന 2016 മുതൽ ഇന്നുവരെ ആശ്വാസകരമായ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് എം.പി. കുറ്റപ്പെടുത്തി. ജനങ്ങളെ ഉപദ്രവിക്കുന്ന നയസമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങളിവിടെ ജീവിക്കേണ്ട എന്ന നിലപാടാണ് സർക്കാരിനുള്ളതെന്നും എം.പി. മൂന്നാറിൽ വ്യക്തമാക്കി. മലയോര പ്രക്ഷോഭ യാത്ര ഫെബ്രുവരി മാസം 1-ാം തീയതി ഇടുക്കി ജില്ലയിൽ പ്രവേശിക്കുകയാണ്. അടിമാലിയിലാണ് ആദ്യത്തെ സ്വീകരണ പോയിന്റ്. രാവിലെ 10 മണിക്ക്. നമുക്കറിയാം, ദേവികുളം ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്ത് ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന 2016 മുതൽ ഇന്ന് വരെ യാതൊരു ആശ്വാസകരമായ നടപടി ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ജനങ്ങളെ ഉപദ്രവിക്കുന്ന നയസമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കാട്ടാന ശല്യവും വന്യമൃഗ വിഷയവും നാൾക്കുനാൾ വർദ്ധിച്ചു വരിക. എവിടെയാണ് എപ്പോഴാണ് കാട്ടാന ചവിട്ടി ആൾ മരണപ്പെടുന്നത്, പുലിയുടെ കടുവയുടെയൊക്കെ ആക്രമണം ഉണ്ടാകുന്നത് എന്നൊന്നും ആർക്കും പറയാൻ പറ്റാത്ത, പ്രവചിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. എവിടെയും അപകടം പതിയിരിക്കുകയാണ്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് പോലും നേരാമണ്ണം ഇവിടെ സഞ്ചരിക്കാനുള്ള ഒരു സാഹചര്യമില്ല. ഭയപ്പെട്ടാണ് ആളുകൾ പോകുന്നത് പലപ്പോഴും. അപ്പം ഇത്തരമൊരു പശ്ചാത്തലം സൃഷ്ടിച്ചു വരുത്തിയത് ഈ ഗവൺമെൻറ്റാണ്. ആ തരത്തിൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടികളുമായി അവർ മുൻപോട്ട് പോയി. ഒരു വശത്ത് ആ വന്യമൃഗ ശല്യം നിലനിൽക്കുമ്പോൾ തന്നെ മറുവശത്ത് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ തന്നെ കെട്ടിട നിർമ്മാണ നിരോധന നിയമം അടിച്ചേൽപ്പിക്കുന്നു. അതോടൊപ്പം പട്ടയ നടപടികൾ മരവിപ്പിക്കുന്നു. ഇപ്പം സത്യത്തിൽ ഇവിടെ എങ്ങനെ നമുക്ക് അവകാശപ്പെട്ട ഭൂമിയിൽ അതിജീവനത്തിന് വേണ്ടി താണുകയാണ് അപേക്ഷിക്കേണ്ട ഒരു സ്ഥിതിയാണ്.